കോഴിക്കോട് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതിയുടെ പച്ചപ്പിനിടയിൽ മനസ്സിന് ശാന്തിയും ആത്മീയതയും പകരുന്ന ഒരിടം, അതാണ് കക്കോടി അണവുപിന്നിലെ ശാന്തിഗിരി ആശ്രമം. വിശ്വജ്ഞാന മന്ദിരം, നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിന്റെ ദർശനങ്ങൾ പ്രചരിപ്പിക്കുന്ന ഉത്തര കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഏകദേശം 13 ഏക്കറിലധികം വരുന്ന കുന്നിൻ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ഈ ആശ്രമം ആത്മീയതയ്ക്കൊപ്പം പ്രകൃതി സംരക്ഷണത്തിനും സാമൂഹിക സേവനത്തിനും വലിയ പ്രാധാന്യം നൽകുന്നു. ഈ ആശ്രമ സമുച്ചയത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാഴ്ച താമരയുടെ ആകൃതിയിൽ നിർമ്മിച്ചിട്ടുള്ള 3 നില മന്ദിരമാണ്. 72 തൂണുകളാൽ താങ്ങി നിർത്തിയിരിക്കുന്ന ഈ മന്ദിരത്തിന് 36 ഇതിലുകളാണുള്ളത്. വാസ്തുവിദ്യയിലെ ഈ സവിശേഷത കാണാൻ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്താറുണ്ട്. മന്ദിരത്തിന്റെ മുകൾനിലകളിൽ ഗുരുദേവൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും അദ്ദേഹത്തിന്റെ സ്മരണകൾ ഉണർത്തുന്ന മ്യൂസിയവും സജ്ജീകരിച്ചിട്ടുണ്ട്. ജാതി മത ഭേദമന്യേ ഏവർക്കും കടന്നുവരാവുന്ന ഈ കേന്ദ്രം മാനവികതയുടെയും സമത്വത്തിന്റെയും സന്ദേശമാണ് പകരുന്നത്. ആത്മീയതയ്ക്കൊപ്പം തന്നെ സ്വാശ്രയത്വവും കാർഷിക സംസ്കാരവും ഈ ആശ്രമത്തിന്റെ മുഖമുദ്രയാണ്. പരിസരങ്ങളിൽ വിപുലമായ രീതിയിൽ മഞ്ഞൾ, വാഴ, കൂൺ എന്നിവ കൃഷി ചെയ്യുന്നുണ്ട്. കൂടാതെ ശാന്തിഗിരിയുടെ സ്വന്തം പാൽ ഉൽപാദന യൂണിറ്റും ബയോ മിൽക്ക് ഇവിടെ പ്രവർത്തിക്കുന്നു. ആശ്രമത്തിലെത്തുന്ന സന്ദർശകർക്കായി വിശാലമായ കാന്റീനും സൗജന്യ അന്നദാന സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി സുഖം തരും പുടവ എന്ന പേരിൽ വസ്ത്രനിർമ്മാണശാലയും വിൽപ്പന കേന്ദ്രവും ആശ്രമ വളപ്പിൽ തന്നെ കാണാം. ആരോഗ്യ സംരക്ഷണ രംഗത്തും ശാന്തിഗിരിയുടെ സേവനം കോഴിക്കോട് സജീവമാണ്. കക്കോടിയിലെ പ്രാർത്ഥനാ കേന്ദ്രത്തിനു പുറമെ കോഴിക്കോട് വയനാട് റോഡിൽ മനോരമ ജംഗ്ഷന് സമീപം ശാന്തിഗിരിയുടെ ആയുർവേദ സിദ്ധ ആശുപത്രി പ്രവർത്തിക്കുന്നുണ്ട്. പാരമ്പര്യ ചികിത്സാ രീതികളായ പഞ്ചകർമ്മ ചികിത്സകൾ, സ്വർണ്ണപ്രാശനം, വിവിധ സുഖചികിത്സാ പാക്കേജുകൾ എന്നിവ ഇവിടെ ലഭ്യമാണ്. വ്യാഴാഴ്ചകളിലും പൗർണമി ദിവസങ്ങളിലും ആശ്രമത്തിൽ പ്രത്യേക പ്രാർത്ഥനകളും വ്രതാനുഷ്ഠാനങ്ങളും നടക്കാറുണ്ട്. നഗരത്തിരക്കുകളിൽ നിന്ന് മാറി മനഃശാന്തി ആഗ്രഹിക്കുന്നവർക്കും ഗുരുദർശനങ്ങൾ പഠിക്കാൻ താൽപ്പര്യമുള്ളവർക്കും സന്ദർശിക്കാവുന്ന കോഴിക്കോട്ടെ മികച്ച ഒരിടമാണിത്.